മനസ്സിക്കൊള്ളൊരു അഭിസംബോധന എന്ന് പറഞ്ഞത് അസ്റഫു, തൻ്റെ ആത്മാക്കളോട് അതിക്രമം ചെയ്ത എൻ്റെ അടിമകളെ ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി നിരാശപ്പെടരുതാണ്. നിരാശപ്പെടുന്ന ഖുർആന്റെ 2-3 വാക്കുകളുണ്ട്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, ലാ തൈഅസു മിൻ റൗഹില്ലാ. ഇതൊക്കെ വല്ലാത്ത വാക്കാണ്. അള്ളാഹുവിൻ്റെ ആശ്വാസത്തെ പറ്റി നിങ്ങൾ നിരാശരാകരുത് കേട്ടോ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ നിരാശരാകരുത് കേട്ടോ, നിരാശപ്പെടരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ആരോടാണ്? ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. അള്ളാഹു നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിങ്ങൾക്ക് പുറത്തു തരുന്നു. ഒരു മനുഷ്യനെ കൊണ്ട് പറയാൻ പറ്റും സഹോദരങ്ങളെ? നിങ്ങളെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ലക്ഷങ്ങൾ അടിച്ചു മാറ്റി നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കിയ, സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ തേജോവധം ചെയ്ത, നിങ്ങളെ അപമാനിച്ച, നിങ്ങളുടെ മുഴുവൻ അഭിമാനത്തിനും ക്ഷതം വരുത്തിയ, നിങ്ങളുടെ ബിസിനസ്സിന് വലിയ ക്ഷതമുണ്ടാക്കിയ നിങ്ങളുടെ കീഴ് ജീവനക്കാരന്, നിങ്ങളുടെ പാർട്ട്ണർക്ക്, നിങ്ങളുടെ ബന്ധുവിന്, നിങ്ങളുടെ അളിയന്, നിങ്ങളുടെ ജ്യേഷ്ഠന്, നിങ്ങളുടെ പിതാവിന്, നിങ്ങളുടെ അമ്മോശന് നിങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ പറ്റുമോ? നിങ്ങളെ കൊണ്ട് കഴിയുക പുറത്തു കൊടുക്കാം. പക്ഷേ അല്ലാഹ് പറയാണ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. അല്ലാഹ് ആരെ വിളിച്ചിട്ടാ പറയണേ? പാപങ്ങൾ ചെയ്ത് നിരാശപ്പെട്ട് കഴിയുന്ന അടിമകളെ വിളിച്ചിട്ട് പടച്ചോൻ പറയാണ് ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. അങ്ങനെ പറയണമെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് നമ്മളോട് എത്ര ഇഷ്ടമുണ്ട്, എത്ര സ്നേഹമുണ്ട്. അതുകൊണ്ട് ഒരു നിരാശയും വേണ്ട.